ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ നേരം വെളുത്തതും എണീറ്റ് ഞാനിത് അടുക്കളയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് ഇത്തിരി ഉഷാറുള്ളൊരു ദിവസമാണ്. അതായത് നമ്മൾ ചില ദിവസങ്ങളിൽ എണീക്കുമ്പോൾ വീഡിയോ എടുക്കാനൊക്കെ ഒരു മടിയായിരിക്കും. ചിലപ്പോഴൊക്കെ അങ്ങനെ ഇന്ന് എടുക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ മടി പിടിച്ചിട്ടിരിക്കുന്ന ചില ദിവസങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ദിവസമല്ല. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എന്താണെന്നറിയില്ല, നമുക്ക് വീഡിയോസൊക്കെ എടുക്കാം എന്നുള്ളൊരു ഇതിലായിരുന്നു കേട്ടോ. രാവിലെ എണീറ്റപ്പോൾ തന്നെ അങ്ങനെ ഫോണും കൊണ്ട് വന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോഴത്തേക്കും ഞാനിതാ വേഗം തന്നെ അടുക്കളയിൽ വന്നിട്ട് തീയിടാനായിട്ട് വന്നതാണ് കേട്ടോ. അതായത് ചോറിനുള്ള വെള്ളം വെച്ചിട്ട് പിന്നെ നമുക്ക് അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ നിൽക്കാം. അപ്പോൾ സ്കൂളൊക്കെ തുറന്നത് കൊണ്ട് തന്നെ രാവിലെ തന്നെ ഇനിയിപ്പോൾ ചോറൊക്കെ വെക്കണം. അപ്പോൾ ഞാൻ എന്തായാലും അടുക്കളയിൽ വന്ന് ചാരമൊക്കെ ഒന്ന് വാരി എടുത്ത് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുപ്പ് ഒന്ന് തീ കൂട്ടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ രാവിലത്തെ പണികളൊക്കെ ഓരോന്നായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പത്ത് വേഗം തന്നെ തീയിടാനായിട്ട് പോവാണ്. അപ്പോൾ വേനൽക്കാലത്തൊക്കെ അങ്ങനെ വിറകൊക്കെ ശേഖരിച്ച് വെച്ച് മഴ തുടങ്ങുമ്പോഴേക്കൊക്കെ റെഡിയാക്കി വെച്ചത് കൊണ്ട് രാവിലെ എണീറ്റിട്ട് അടുക്കളയിൽ വന്ന് അടുപ്പിൽ തീയിടാനായിട്ട് അങ്ങനെ വലിയ മടിയൊന്നുമില്ല. അപ്പോൾ വിറകൊന്നും ഇല്ലാത്ത സമയത്താണ് ഞാൻ ഏട്ടൻ്റെ കയ്യും കാലും പിടിക്കുന്നത് കേട്ടോ. അത് ഇങ്ങനെയെങ്കിലും ഒന്ന് തീ ഒന്ന് പിടിപ്പിച്ചതാന്നൊക്കെ പറയും. ഇപ്പോൾ പിന്നെ അങ്ങനൊന്നും പറയില്ല കേട്ടോ. ഇപ്പോൾ ചുള്ളി വിറകും ഒക്കെ വെട്ടി വെച്ചത് കൊണ്ട് നമ്മൾ ഓലയും ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ തീ പിടിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ കൂട്ട് വിളിക്കും, ഒന്ന് പിടിപ്പിച്ചായോ എന്നും പറഞ്ഞിട്ട്. എനിക്ക് തീ പിടിപ്പിക്കാനായിട്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അറിയില്ല കേട്ടോ. അറിയില്ല എന്ന് പറഞ്ഞാൽ വിറകൊന്നും നമ്മൾ ചുള്ളിയും ഇതൊന്നും ഇല്ലാണ്ട് തീ പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ അടുപ്പത്ത് തീയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതാ ചോറിനുള്ള വെള്ളമൊക്കെ വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇനി എന്തായാലും ചോറിനുള്ള വെള്ളം അടുപ്പത്താക്കിയത് കൊണ്ട് കുറച്ച് നേരത്തേക്ക് സമാധാനമുണ്ട്. ഇനി വേഗം തന്നെ അടുക്കളയിൽ പോയിട്ട് കഴിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇന്നിപ്പോൾ അരച്ച മാവൊന്നുമില്ല കേട്ടോ, ദോശമാവ് അങ്ങനെയുള്ളതൊന്നുമില്ല. അപ്പോൾ ഇന്നിപ്പോൾ പെട്ടെന്ന് തന്നെ ഉപ്പുമാവ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഉപ്പുമാവിൻ്റെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ വേഗം തന്നെ പല്ലൊക്കെ തേച്ച് കുളിക്കാനായിട്ട് പോവാണ്. അപ്പോൾ വേഗം തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഞാനിതാ അടുക്കളയിൽ വന്ന് റവയൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ലൂസായിട്ട് നമ്മൾ 2 കിലോ അങ്ങനെ വാങ്ങിക്കുന്നത് കൊണ്ട് തന്നെ റവ എപ്പോഴും വറുക്കണം. അല്ലെങ്കിൽ നമ്മൾ പാക്കറ്റിൽ കിട്ടുന്ന റവയൊക്കെ ആണെങ്കിൽ നമുക്ക് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും റവ ഉപ്പുമാവിനുള്ളതൊക്കെ ഞാൻ കടുകൊക്കെ പൊട്ടിച്ച് വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ കടുക് വറുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഉപ്പുമാവിനുള്ള റവയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഉപ്പുമാവിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല. ഒന്നാമത് നമുക്ക് രാവിലെ വീഡിയോ എടുക്കൽ പറഞ്ഞാൽ കുറച്ച് പണിപ്പെട്ട പണിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ചില ദിവസങ്ങളിൽ ഈ റവ ഉപ്പുമാവ് ഇഷ്ടമല്ല കേട്ടോ. ചിലപ്പോൾ കുഴപ്പമില്ല, അങ്ങനെ കഴിക്കും. ചില ദിവസം ഉണ്ടാക്കുന്ന ഉപ്പുമാവ് വലിയ ടേസ്റ്റൊന്നും തോന്നാറില്ല. അത് നമുക്ക് കഴിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഉണ്ടാക്കുന്നത് ശരിയല്ലാണ്ടായിരിക്കാം. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ ഉണ്ടാക്കിയതൊക്കെ ഞാൻ കഴിച്ചു കേട്ടോ. കാരണം നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചേർക്കേണ്ടതെല്ലാം ചേർത്ത് അവസാനമായിട്ട് എൻ്റെ പൊടിക്കൈയായ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്താലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ ചേർത്തിട്ട് അങ്ങനെ അടച്ചു വയ്ക്കുകയാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഒന്ന് വാഴയില ഇട്ടിട്ട് മൂടി വെച്ചാലും നന്നായിരിക്കും. അത് നല്ല ഒരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടും. അങ്ങനെ ഞാൻ അടുക്കളയിൽ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് വീഡിയോ എടുത്തതാ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തതാണെന്നും പറഞ്ഞിട്ട് അവിടെ ഒരാൾ വിളിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചെടികളൊക്കെ നടുന്ന ഫോട്ടോസും ഒക്കെ ഗ്രൂപ്പിൽ ഇടാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ സ്കൂൾ ഗ്രൂപ്പ് ഉണ്ടല്ലോ,
അതിലിടാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏട്ടൻ രാവിലെ തന്നെ ഒരു മാവിൻ്റെ തൈയൊക്കെ എടുത്ത് നട്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ആൾ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ മൂപ്പര് പോയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാനിത് അവിടെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വിടുകയാണ്. അപ്പോൾ ഇത്ര നേരമായിട്ട് ഞാനിതാ ഈ ഒരു ഭാഗത്ത് ചൂലൊന്നും ഇടാനായിട്ട് വന്നില്ല കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഈ ഭാഗത്തൊക്കെ ഒന്ന് അടിച്ചു പോരുകയാണ്. അപ്പോൾ ചാരുമോളും ഏട്ടനും പോയിട്ടുണ്ട് കേട്ടോ. അവൾക്ക് രാവിലെ 7:10 തന്നെ ബസ്. അപ്പോൾ അച്ഛൻ്റെ കൂടെ ചില സമയത്ത് അച്ഛൻ്റെ കൂടെ പോകും, അല്ലെങ്കിൽ പിന്നെ ബസ്സിന് പോവും. അപ്പോൾ അവർ രണ്ടുപേരും എന്തായാലും പോയിട്ടുണ്ട്. ചെട്ടിക്കുട്ടി പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ എൻ്റെ പണികൾ, അടുക്കള പണികളും പുറം പണികളും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോസും എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ മുറ്റും അടിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ആദ്യം തന്നെ തുണികളൊക്കെ ഒന്ന് മുക്കി വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ തുണികൾ രാവിലെ തന്നെ ഇട്ട് വെച്ചാൽ നമുക്ക് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ പണികളൊക്കെ, വീട്ടിലെ പണികളൊക്കെ ഏകദേശം ഒരുങ്ങുമല്ലോ. പിന്നെ നമ്മൾ തുണിയും കഴുകിയിട്ട് കുളിയും കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിലെ എല്ലാ പണിയും ഒരുങ്ങും. അപ്പോൾ എപ്പോഴും ഞാനിതാ ഇവിടെ രാവിലെ തന്നെ തുണികളൊക്കെ സോപ്പ് വെള്ളത്തിൽ ഇട്ട് മുക്കി വയ്ക്കും കേട്ടോ. അങ്ങനെ ഞാനിതാ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു. ഏട്ടൻ്റെ തലേ ദിവസം ഇട്ട വർക്കിംഗ് ഡ്രസ്സും ഇട്ടിട്ട് പോയ ഡ്രസ്സും പിന്നെ പിള്ളേരുടെ യൂണിഫോം, അങ്ങനെ കുറേ ഡ്രസ്സുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സോപ്പ് വെള്ളത്തിൽ മുക്കിയിടാനായിട്ട് പോവാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ സോപ്പ് വെള്ളത്തിൽ മുക്കാണ്ട് തുണികൾ ഇങ്ങനെ സോപ്പ് മാത്രം ഇട്ടിട്ട് തിരുമണത് ഇഷ്ടമേ അല്ല കേട്ടോ. ചിലരിങ്ങനെ സോപ്പ് വെള്ളത്തിലിട്ട് വെച്ചാൽ സോപ്പിട്ട് തിരുമ്പില്ല, അല്ലെങ്കിൽ സോപ്പ് വെള്ളത്തിൽ അതായത് മുക്കി വെച്ചിട്ടില്ലെങ്കിൽ സോപ്പ് മാത്രം ഇട്ടിട്ട് കഴുകണ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ സോപ്പ് വെള്ളത്തിൽ മുക്കി വയ്ക്കും, എന്നിട്ട് സോപ്പിട്ട് കഴുകുകയും ചെയ്യും കേട്ടോ. ചിലർ സോപ്പ് വെള്ളത്തിലിട്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് വാഷിംഗ് മെഷീനിൽ കഴുകണ പോലെ അങ്ങനെയും ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് സോപ്പിടാതിരുന്നാൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല. അപ്പോൾ എന്തായാലും സോപ്പ് വെള്ളത്തിലൊക്കെ മുക്കി വെച്ചു കേട്ടോ. ആ ഡ്രസ്സൊക്കെ മുക്കി വെച്ചു. ഇതിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ കിണറാണ് കേട്ടോ. കിണറ്റിൻ്റെ ഉള്ളിൽ ഒരു മീൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ ചൊടിയും മീൻ എന്നൊക്കെ പറയില്ലേ, അതായത് വരാൽ. അപ്പോൾ അത് 1-2 ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ മേലെ വന്ന് നിൽക്കുകയാണ്. കാരണം നമ്മൾ ഈ ഒരു ഭാഗത്തേക്കൊന്നും വരികയില്ല. അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ നമ്മുടെ വീഡിയോസ് എടുക്കാനായിട്ട് ഫോൺ അവിടെ വെക്കാൻ വന്നപ്പോൾ അങ്ങനെ മീൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾമറ മാത്രമേ കെട്ടിയിട്ടുള്ളൂ നമ്മുടെ കിണറിൽ. അടിഭാഗത്ത് മൊത്തം മണ്ണായതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് അങ്ങനെ തുരങ്കം പോലെ, അതായത് മണ്ണ് ഇടിഞ്ഞിടിഞ്ഞ് പോയിരിക്കാൻ കേട്ടോ. കിണറൊന്നും വൃത്തിയാക്കിയിട്ടുമില്ല. ഈ കൊല്ലവും വൃത്തിയാക്കണം വിചാരിച്ചു, വൃത്തിയാക്കാൻ പറ്റിയിട്ടില്ല. മണ്ണൊക്കെ കോരണം, എന്നാൽ പിന്നെ നല്ല വെള്ളമായിരിക്കും കേട്ടോ. കുടിക്കാനും വെക്കാനും ഒക്കെ ഞാൻ ഇതിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബോർവെൽ അടിച്ചത് കൊണ്ട് ഇപ്പം അതിനെ മെനക്കെടില്ല. അല്ലെങ്കിൽ എല്ലാ വർഷവും നമ്മൾ തേകിയിട്ട് വൃത്തിയാക്കണമെന്നാണ് കേട്ടോ. ഇപ്പോൾ 3-4 വർഷമായിട്ട് ബോർവെൽ വെള്ളം തന്നെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല. എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ വെള്ളം കൊടുക്കും കേട്ടോ. കറണ്ട് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ തലയിൽ കഴുകാനൊക്കെ ആയിട്ട് അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ കിണറ്റിലെ വെള്ളം. അപ്പോൾ അങ്ങനെ നമ്മുടെ കിണർ അങ്ങനെ ഇരിക്കുന്നുണ്ട്. കിണറ്റിൽ കയറൊന്ന് വാങ്ങിച്ചിടണം. കയറ് പൊട്ടിയതിന് ശേഷം ഞാൻ വെള്ളം എടുക്കുന്നില്ല കേട്ടോ. കയറൊന്ന് വാങ്ങിച്ചിടണം ഇക്കൊല്ലം. അങ്ങനെ നമ്മുടെ കിണറ്റിലെ വിശേഷങ്ങളൊക്കെ അങ്ങനെയാണ്. പിന്നെ ഞാനിതവിടെ പാത്രമൊക്കെ കഴുകാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രം കഴുകണ വീഡിയോ എടുക്കാനായിട്ടാണ് കിണറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് കൊണ്ടുവയ്ക്കാനായിട്ട് വന്നത് കേട്ടോ ഫോണ്. അപ്പോഴാണ് നമ്മളിങ്ങനെ കിണറിൻ്റെ വീഡിയോസ് എടുത്തതും അതിനെപ്പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ എന്തായാലും ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചും കൂടി ഉണ്ട്, അത്യാവശ്യം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കുകയാണ്. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ഇത്തിരി ചായ ഇടാനായിട്ട് വന്നതാണ് കേട്ടോ. ചായ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രീൻ ടീ ഇടാനായിട്ട് വന്നതാണ്. അപ്പോൾ രാവിലെ ചായ ഉണ്ടാക്കലും ഉപ്പുമാവ് ഉണ്ടാക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ നിന്നു. രാവിലെ പിള്ളേരും ഏട്ടനും പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് നാളായിട്ട് ഗ്രീൻ ടീ ആണ് കുടിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, എത്രയും ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഊട്ടിയിൽ നിന്ന് വന്നതിന് ശേഷം ഗ്രീൻ ടീ ആണ് കേട്ടോ ഞാൻ കുടിക്കുന്നത്. ഇപ്പോൾ ഒരു ഡബ്ബി നിറച്ച് വെച്ചാണ്, പകുതി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഉണ്ട്, കൊട്ടി വയ്ക്കണം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗ്രീൻ ടീ പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. കുറച്ചും കൂടെ വലുപ്പമുള്ളതാണ്. ചിലർ ഇത്തിരിയും കൂടെ പൊടിയായിട്ടുള്ള ഗ്രീൻ ടീ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്രീൻ ടീ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം, ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ ഞാനിവിടെ ചെയ്യുന്നത് വെള്ളം തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഗ്രീൻ ടീ ഇട്ടിട്ട്
അങ്ങനെ എടുക്കുകയാണ് കേട്ടോ. വേറെ ഒന്നും ചേർക്കില്ല. ചിലവർ ഇതിൽ എന്താണ് നാരങ്ങ നീരും മധുരത്തിന് വേണ്ടി തേനും ഒക്കെ ചേർത്തിട്ട് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ അതൊന്നും ചെയ്യില്ല കേട്ടോ. വെള്ളത്തിലിങ്ങനെ തിളപ്പിച്ചിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്രീൻ ടീൻ്റെ കളറ് കണ്ടില്ലേ? നോക്കണ്ടട ഉണ്ണി, ഇത് ഞാനല്ല, വേറെ എന്തെങ്കിലുമൊക്കെ വിചാരിക്കും കളറ് കാണുമ്പോൾ. അതല്ല കേട്ടോ, നമ്മൾ ഇട്ട ഗ്രീൻ ടീ ആണ്. ഗ്രീൻ കളറിലൊന്നുമില്ല, എന്നാലും ഒരു കട്ടൻ ചായ, ഒരു ലൈറ്റ് കട്ടൻ ചായ പോലെ ഉണ്ട് അല്ലേ. അങ്ങനെ നമ്മൾ ഗ്രീൻ ടീ ഒക്കെ ഇട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഞാൻ കുറച്ച് പതുക്കെ കുടിക്കുകയുള്ളൂ. കാരണം ഒരുമിച്ച് ഇരുന്നിട്ട് അങ്ങനെ ചൂട്ടോടെ അങ്ങനെ കുടിക്കുകയൊന്നുമില്ല കേട്ടോ. അത് മെല്ലെ ആറി തണുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കുടിക്കും. അങ്ങനെ ചായയൊക്കെ ഇട്ട് ഗ്ലാസ്സിൽ വെച്ചിട്ട് അപ്പോഴത്തേക്ക് ഇതാ ഒരാൾ ഇവിടെ വന്നിട്ട് എനിക്ക് ടവൽ വേണം എന്ന് പറഞ്ഞിട്ട് പറയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ജലദോഷമാണ്, സ്കൂളിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ടാഗിൻ്റെ ഫോട്ടോ എടുക്കുന്നത് കൊണ്ട് എന്തായാലും സ്കൂളിലേക്ക് പോയേ പറ്റുള്ളൂ. ഞാൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ഇന്ന് ഫോട്ടോ എടുക്കുന്ന ദിവസം ആയതുകൊണ്ട് സ്കൂളിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ആളിതാ റെഡിയാകാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ജലദോഷം ആയതുകൊണ്ട് ഒരു ടവൽ അടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്. ടവൽ വാങ്ങിക്കുകയൊന്നും വേണ്ട, നമ്മുടെ വീട്ടിൽ ഉള്ള പഴയ കോട്ടൻ്റെ തുണികളൊക്കെ നിറയെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അരികൊക്കെ 4 അരികും മടക്കി അടിച്ചാൽ ടവൽ റെഡിയായി. അപ്പോൾ ഞാൻ എന്തായാലും ഇതാ ടവലൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. പിന്നെ ചെട്ടിക്കുട്ടിനെ അങ്ങനെ റെഡിയാക്കി അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ സ്കൂളിലേക്ക് വിട്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും അവൾ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ സൃഷ്ടിക്കുട്ടിനെ സ്കൂളിലേക്ക് അയച്ചതിന് ശേഷം ഞാനും ഇതാ തൊടിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. കൈക്കോട്ടും ഒരു മാവിൻ്റെ തൈയും എല്ലാം ആയിട്ട് വന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ജൂൺ 5 ആണല്ലോ. അപ്പോൾ എല്ലാവരും മരത്തൈകളൊക്കെ നടുക എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ ഞാനും വെക്കുകയാണ് കേട്ടോ, തൈ വെക്കുകയാണ്. അപ്പോൾ തൈ വെക്കാനായിട്ട് ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ട് അല്ലെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ട് തൈ വെക്കണോ എന്ന് ചോദ്യം വരും. ഞാനിതൊരു ഷോർട്ട് വീഡിയോ എടുക്കാനായിട്ട് ഡ്രസ്സ് മാറ്റിയതാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഒരു ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് തന്നെയാണ് ചെയ്യണത്. അപ്പോൾ ഇന്നൊരു ഷോർട്ട് വീഡിയോ ഇടാനായിട്ട് ഡ്രസ്സ് മാറ്റിയതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ ഒരു വേഷത്തിൽ വന്നിട്ട് തൈ വയ്ക്കാനായിട്ട് നിന്നതാണ് കേട്ടോ. അപ്പോൾ പലരും നല്ല നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോഴൊക്കെ ആഗ്രഹം തോന്നാറുണ്ട്. നമ്മൾ സാധാരണ ഇങ്ങനെ വേഷമാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ തൈ വയ്ക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാനുണ്ടല്ലോ കുറച്ച് കൊപ്പര തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വെട്ടിയിടണം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നതായിരുന്നു. അപ്പോൾ കുറച്ച് തെങ്ങിലും ഉണ്ട്, അതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മടിച്ചിരുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഉള്ളത് ഇടാണ്ടിരുന്നു വെച്ചാൽ അങ്ങോട്ട് കേട് വന്നു പോവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൊപ്പര തേങ്ങ ഉള്ളതിനെയൊക്കെ വെട്ടി അങ്ങോട്ട് അത് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഉണങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ കുറച്ച് വെയിലൊക്കെ കാണുന്ന ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ അത് അങ്ങോട്ട് ഇട്ടതാണ് കേട്ടോ. വലിയ ഉണക്കമൊന്നും വേണ്ട, അത്രയ്ക്ക് ഉണങ്ങുമൊന്നും വേണ്ട. ഒരു ചെറിയൊരു 2-3 ദിവസത്തെ ഉണക്കം കിട്ടിയാലും മതിയാവുന്ന തോന്നണം, അത്രയ്ക്കും ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ കൊപ്പര തേങ്ങ. അങ്ങനെ തേങ്ങയൊക്കെ വെട്ടിയിട്ടതിന് ശേഷം പിന്നെ ഒരു ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. ചക്ക കുറച്ച് ദിവസമായിട്ട് ഇട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ പഴുത്തോന്നൊന്നും അറിയില്ല, എന്നാലും കുറേ ദിവസമായി നമ്മുടെ വീട്ടിൽ അങ്ങനെ ചക്ക അവിടെ ഇരിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുളിക്കുന്നതിന് മുമ്പൊക്കെ ഈ ഒരു ചക്കൻ്റെ പണിയൊക്കെ ചെയ്തു വെച്ചാൽ എന്താ പറയുക, കുളി കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് ഈ ചക്കയിൽ തൊടാനായിട്ട് ഭയങ്കര മടിയാണ്. ഒരു മണവും ചക്കൻ്റെ മണമൊക്കെ ഉണ്ടാവും നമ്മുടെ മേലെ. അപ്പം ഞാൻ കുളിക്കാൻ പോണ മുമ്പ് ചക്കയൊക്കെ വെട്ടി റെഡിയാക്കുകയാണ് കേട്ടോ. ഒരു പൊളി ചക്ക എടുത്തിട്ട് മുറിച്ചൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ കൂട്ടാനൊക്കെ തലേദിവസത്തെ സാമ്പാർ ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കി, കറിയൊന്നും വെച്ചില്ല കേട്ടോ. അപ്പോൾ ഇന്ന് മീൻകാരനെ കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു. മീൻ വന്നാൽ വാങ്ങിക്കാം. കുറേ നാളായി നമ്മുടെ വീട്ടിൽ മത്തിയൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പം മീൻ വരും പറഞ്ഞിട്ട് ഇരുന്നൊരു 10-11 മണിയായിട്ട് മീൻകാരനെ കാണാനില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇന്നിപ്പോൾ അങ്ങനെ കറിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അതുകൊണ്ടാണ് കറിയൊന്നും ഉണ്ടാക്കണമെന്നൊന്നും വീഡിയോ കാണിക്കാണ്ടിരുന്ന്. ബീട്രൂട്ട് ഉപ്പേരിയും ഇന്നലെ വെച്ച സാമ്പാർ കുറച്ചുണ്ട്, അതൊക്കെ കൂട്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഉച്ചയ്ക്ക് കഴിച്ചത്. അപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ കുക്കിംഗ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല നമ്മുടെ വീട്ടിൽ, അതൊന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ചക്കയൊക്കെ ഒന്ന് വെട്ടി അതിൻ്റെ ചവണിയും ഒക്കെ കളഞ്ഞ് നമുക്ക് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കുണ്ടാൻ വേണ്ടി പണികളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് വെച്ചാൽ പിള്ളേർക്ക് വൈകുന്നേരം ചായക്ക് കഴിക്കാനൊക്കെ ആയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചക്കയൊക്കെ ഒന്ന് പറിച്ച് പാത്രത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യമായിട്ട് അങ്ങനെ പഴുത്തിട്ടൊന്നുമില്ല, നല്ല പഴുപ്പൊന്നുമില്ല, എന്നാലും തിന്നുമ്പോൾ മധുരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ലൈറ്റ് കളറേ ഉള്ളൂ, നല്ല കളറൊന്നും ആയിട്ടില്ല. പക്ഷെ മധുരം ഉണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ല, മധുരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും ഇതാ ചക്ക ചുളയൊക്കെ പറിച്ച് ഒരു പാത്രത്തിലാക്കുന്നുണ്ട്. കൈ വഴി തന്നെ കുരുവൊക്കെ വേറൊരു പാത്രത്തിലും കൂടെ ആക്കി വെക്കുന്നുണ്ട്. അതിപ്പോൾ ഒരു ദിവസം വെറുതെ ഇങ്ങനെ വെയിലത്ത് വെച്ചത് അല്ലെങ്കിൽ കാറ്റത്തിരുന്നിട്ട് തന്നെ ഒന്ന് ഉണങ്ങി വെച്ചാൽ അതിൻ്റെ തൊണ്ടൊക്കെ വേഗം കിട്ടും. ഇനിയിപ്പോൾ കുരുവൊക്കെ നമുക്ക് കറി വെക്കാമല്ലോ. അങ്ങനെ രാവിലത്തെ പണികൾ അതൊക്കെയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരമാണ്. അപ്പോൾ വൈകുന്നേരം ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. അപ്പോൾ ചിട്ടിക്കുട്ടി കുട കൊണ്ടുപോയിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ മഴച്ചാറ്റിലൊക്കെ അല്ലേന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. കാരണം രാവിലെ തുമ്മിയിട്ടും ചീറ്റിയിട്ടൊക്കെയാണ് പോയത്. അപ്പോൾ ഇനിയിപ്പോൾ മഴ നനഞ്ഞിട്ട് വീണ്ടും പനിയും കാര്യങ്ങളൊന്നും വരണ്ട വിചാരിച്ച് ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്നതാണ് കേട്ടോ വിളിക്കാനായിട്ട്. അപ്പോൾ ബസ് എന്തായാലും വരുന്നുണ്ട്, വന്നത് കറക്റ്റ് സമയമായി. അപ്പോൾ എന്തായാലും ബസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഴയാണെങ്കിൽ ചാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മഴപ്പാറ്റിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ജലദോഷം വരും. നല്ല മഴ കൊണ്ടാൽ അത്ര വരില്ല, പക്ഷെ ഇങ്ങനെ ചന്നം പിന്നം പെയ്യുന്ന മഴപ്പാറ്റിലൊക്കെ കൊണ്ടാൽ എന്തായാലും ജലദോഷം വരുന്ന ഇതാണ് കേട്ടോ. ഹലോ, കൊടയെടുത്തിട്ടുണ്ടാ? വാ വാ വാ. ഹലോ, ഹായ് ഗൈസ്, ടാറ്റാ ടാറ്റാ, ബൈ ബൈ. അപ്പോൾ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ. അവർ ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് യാത്രയൊക്കെ പറഞ്ഞിട്ട് മക്കൾ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ആ ചെട്ടിക്കുട്ടിനെയും കൂട്ടിയിട്ട് വരുന്നുണ്ട്. അങ്ങനെ വന്ന പാടെ കുറച്ച് കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി. പിന്നെ രാവിലെ നമ്മൾ ചുളപ്പറിച്ച് വെച്ച ചക്കയും കൂടെ അങ്ങനെ കൂട്ടി കഴിച്ചു കേട്ടോ. ചക്കയും കട്ടൻ ചായയായിരുന്നു ഇന്നിപ്പോൾ, വേറെ കഴിക്കാനൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ. ഇനി പറിച്ച് വെക്കണം.